ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ HUB ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മുടെ ഗ്രൂപ്പ് ഡി വിജ്ഞാപനം വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡി വിജ്ഞാപനത്തിലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ആശയക്കുഴപ്പങ്ങളും ഡൗട്ടുകളും ഉണ്ട്. കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഗ്രൂപ്പ് ഡിയിൽ പറയുന്നത്, അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൃത്യമായി നോട്ടിഫിക്കേഷൻ, അത് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായി കാണാൻ കഴിയും. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുകൾ നോക്കാം. ആദ്യം പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ പേരെന്താണ്? A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പൊ എന്താണ് അതിന്റെ വേണ്ടത്? ഫിസിക്കൽ എന്ന് പറയുന്നത് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ ആസ്പെക്ട് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതിലുപരി വിഷ്വൽ അക്യുറ്റി, ഇതാണ് ഏറ്റവും പ്രധാനം. ഒരു റെയിൽവേ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷ്വൽ അക്യൂറ്റി പരിശോധിക്കാം. ഒന്ന്, ഡിസ്റ്റന്റ് വിഷൻ 6/9 കിട്ടുക, 6/9 വിത്തൗട്ട് ഗ്ലാസസ്. 6/9 കിട്ടിയിരിക്കണം. അതുപോലെ നിയർ വിഷൻ തീർച്ചയായിട്ടും 0.6 വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ ടെസ്റ്റ്, ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ്, നൈറ്റ് വിഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ മീസോപിക് വിഷൻ. ഇത്രയും ടെസ്റ്റുകൾ കൃത്യമായി നിങ്ങളൊരു കണ്ണാശുപത്രിയിൽ കൃത്യമായി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇത്രയും ടെസ്റ്റുകൾ കൃത്യമായി ചെയ്ത് ഉറപ്പിക്കണം. എല്ലാ ടെസ്റ്റുകളും നിങ്ങൾ പാസ്സായിട്ടുണ്ട്, നിങ്ങൾ A2 സ്റ്റാൻഡേർഡ് ആണോ എന്ന് കൃത്യമായി ഉറപ്പിക്കണം. അതിന്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ മുന്നോട്ട് പറയുന്നുണ്ട്. ഏവരും വീഡിയോ കൃത്യമായി കണ്ടുകൊണ്ടിരുന്നേ. നോക്കൂ, അപ്പൊ A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഉൾപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇത്രയും ടെസ്റ്റുകൾ പാസ്സായിരിക്കണം. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇത്രയും ടെസ്റ്റുകളെ കൃത്യമായിട്ട് പരിശോധിക്കുക. ക്ലിയർ അല്ലേ? വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ ഭാഗമാണോ എന്നറിയാനായിട്ട് അദ്ദേഹത്തിന് വേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഡിസ്റ്റന്റ് വിഷൻ കിട്ടിയിരിക്കണം. 6/9 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. എന്തെങ്കിലും അടുത്ത വായിച്ചു നോക്ക്. നിയർ വിഷനുമായി ബന്ധപ്പെട്ട 0.6 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ അടുത്ത കണ്ടീഷൻ പറയുന്നുണ്ട്, മസ്റ്റ് പാസ്, തീർച്ചയായിട്ടും പാസ്സായിരിക്കണം. ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, മീസോപിക് വിഷൻ. ഇത്രയും ടെസ്റ്റുകൾ കൃത്യമായി പാസ്സായിരിക്കണം. അതൊക്കെ നമുക്കൊരിക്കലും അത് തനിയെ ചെയ്തു നോക്കാൻ കഴിയുന്ന ടെസ്റ്റ് അല്ല. തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തേ പറ്റുമോ. ഒരു കണ്ണുമായി ബന്ധപ്പെട്ട കണ്ണാശുപത്രിയിൽ പോയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ A2 ഭാഗമാണോ, നിങ്ങൾ A3 ഭാഗമാണോ എന്ന് കൃത്യമായി പരിശോധിക്കുക തന്നെ വേണം. കഴിഞ്ഞോ? ഇല്ല. അപ്പം A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണോ, അതുപോലെ തന്നെ A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണോ എന്ന് കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞെങ്കിൽ അടുത്ത മുന്നോട്ട് പോകുന്നു. അപ്പൊ ഒന്ന് ഓർത്തു വെക്കുക, A2, 2 A3 ആണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് ഓരോ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അടുത്ത ഏതാ? B1. ശ്രദ്ധിക്കണം, 6 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നിലവിൽ. 6 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നിലവിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത ഏതാ? B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. A2 A3 കഴിഞ്ഞെങ്കിൽ B1 കണ്ടീഷൻ വായിച്ചു നോക്കിയേ. വിഷ്വൽ അക്യൂറ്റി നോക്കൂ. ഡിസ്റ്റന്റ് വിഷൻ 6/9, 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ബ്രാക്കറ്റിൽ കണ്ടീഷൻ ഉണ്ട്. നോക്കൂ, പവർ ഓഫ് ദി ലെൻസസ് നോട്ട് ടു എക്സീഡ് 4D. പവർ ഓഫ് ദി ലെൻസസ് നോട്ട് ടു എക്സീഡ് 4D എന്ന് കൃത്യമായി പറയുന്നുണ്ട്. നിയർ വിഷനുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ നോക്കിയേ. then 0.6 or 0.6 with or without glasses when reading or close work is required. അപ്പൊ അതിലെ കണ്ടീഷൻസ് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹൈ ഹോസ്പിറ്റൽ സംസാരിക്കുക. അവരത് കൃത്യമായി ഉൾപ്പെടുത്തും. നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡ്സ് ആണെന്ന് തീർച്ചയായിട്ടും ഈ പേപ്പർ ആ ഹോസ്പിറ്റലിൽ കാണിക്കുക. അടുത്ത എന്താണ്? മസ്റ്റ് പാസ് എ ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, മീസോപിക് വിഷൻ എന്നുള്ള ടെസ്റ്റുകൾ കൃത്യമായി പാസ്സായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ടെസ്റ്റ് എല്ലാം പാസ്സായി വിഷനുമായി ബന്ധപ്പെട്ട ലെൻസ് പവറും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തിന്റെ ഭാഗമായി? യു ആർ ദി പാർട്ട് ഓഫ് B1 ക്രൈറ്റീരിയ. എങ്കിൽ മുന്നോട്ട് പോകുന്നു. അടുത്ത വായിച്ചു നോക്കൂ, B2 നോക്കാം. B1 B2 ക്രൈറ്റീരിയ എന്താണ്? ഡിസ്റ്റന്റ് വിഷൻ 6/9, 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് എന്ന് കൃത്യമായി പറയുന്നു. ബ്രാക്കറ്റിലെ കണ്ടീഷൻ നോക്കുക. പവർ ഓഫ് ദി ലെൻസസ് നോട്ട് ടു എക്സീഡ് 4D എന്ന് പറയുന്നു അല്ലെ. നോട്ട് ടു എക്സീഡ് 4D എന്ന് പറയുന്നു. അടുത്ത വായിച്ചു നോക്കെങ്കിൽ നിയർ വിഷൻ ആണ്. നിയർ വിഷനുമായി ബന്ധപ്പെട്ട് 0.6 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് വെൻ റീഡിംഗ് ഓർ ക്ലോസ് വർക്ക് ഈസ് റിക്വയർഡ്. കണ്ടീഷൻ ഓക്കെയാണ്. ഇനി മസ്റ്റ് പാസ് ടെസ്റ്റ്. കണ്ടോ, എണ്ണം കുറയാണ് താഴോട്ട് പോകുമ്പോൾ അല്ലേ.
കാരണം ഇവിടെ നമുക്ക് പാസ്സാവേണ്ട ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? മസ്റ്റ് ടു പാസ് ടെസ്റ്റ് ഫോർ ബൈനോക്കുലർ വിഷൻ മാത്രം മതി. കണ്ടോ, ഓരോന്നിലും ഓരോന്നാണ്. നമ്മൾ B1 കണ്ട എന്താണ്? അവിടെ കളർ വിഷനും വേണം, അവിടെ ബൈനോക്കുലറും വേണം, നൈറ്റ് വിഷനും വേണം, മിസോഫിക് വിഷനും വേണം. ഇവിടെ എല്ലാം വേണ്ട. B2 വരുമ്പോൾ നിങ്ങൾ ബൈനോക്കുലർ വിഷൻ മാത്രം പാസ്സായാൽ മതി. ക്ലിയർ ആണേ? അടുത്ത എന്താ? C1 C2 ഉണ്ട്. ഉള്ളിലേക്ക് നോക്കുക. അടുത്ത ഏതൊക്കെയുണ്ട്? നമുക്ക് C1 C2 ഉണ്ട്. പരിശോധിക്കാം. ഒരു C1 ഉണ്ട്, C2 ഉണ്ട് അല്ലെ? നോക്കൂ, ഒരു C1 ഉണ്ട്, C2 ടെസ്റ്റുകളുണ്ട്. അപ്പൊ അതുകൂടെ നോക്കുക. അപ്പൊ 6 ടെസ്റ്റുകളാണ്. 6 ടെസ്റ്റുകളാണ് നിലവിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത ആരാണ്? C1. ശരിയല്ലേ? അടുത്ത ഏതാ? C1 ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. C1 ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാ നോക്കൂ. C1 എന്ന് പറയുമ്പോൾ ഒന്ന് ഡിസ്റ്റന്റ് വിഷൻ തന്നെയാണ്. 6/12 ആണ് പവർ കൊടുത്തിരിക്കുന്നത് അല്ലെ? 6/12, or 6/18 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ്. പവറുമായി ബന്ധപ്പെട്ട് റിലാക്സേഷൻ ഉണ്ട്. അടുത്ത നിയർ വിഷൻ 0.6 or 0.6 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് വെൻ റീഡിംഗ് ഓർ ക്ലോസ് വർക്ക് ഈസ് റിക്വയർഡ്. കൃത്യമായി അങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. കളർ വിഷനോ ബൈനോക്കുലർ വിഷനോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. C1 വളരെ സിമ്പിൾ ടെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത എന്താണ്? C2 ആണ്. ആറാമത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് C2 ആണ്. നോക്കൂ, ഡിസ്റ്റന്റ് വിഷൻ 6/12 or nil with or without glasses. അടുത്ത വായിച്ചു നോക്കുക. നിയർ വിഷൻ ആണ്. 0.6 കമ്പൈൻഡ് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് വേർ റീഡിംഗ് ഓർ ക്ലോസ് വർക്ക് ഈസ് റിക്വയർഡ്. അപ്പോൾ മനസ്സിലാക്കാം, C1 C2 അത്യാവശ്യം സിമ്പിൾ മെഡിക്കൽ വിഷ്വൽ അക്യൂറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? നോക്കിയേ, കണ്ടോ? പക്ഷെ ബാക്കിയെല്ലാം അത്യാവശ്യം കട്ടിയുള്ള ടെസ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നിലവിൽ കണ്ടു A2, A3, B1, B2, Z1, C2 ഇത്രയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുകൾ. 6 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് മനസ്സിൽ ഓർത്തു വെക്കുക. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു കണ്ടീഷനും കൂടെ ഉണ്ട്, ശ്രദ്ധിക്കണം. ലേസർ സർജറിയുമായി ബന്ധപ്പെട്ട മറ്റൊരു മെഡിക്കൽ കണ്ടീഷനും കൂടെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കൃത്യമായിട്ടൊന്ന് കേൾക്കുക നിങ്ങളത്. ഒരുപാട് പേര് ലേസർ സർജറിയുമായി ബന്ധപ്പെട്ട ഒരു പൊതു ഡൗട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പൊ ആ ഡൗട്ടിന് മറുപടി ഒന്ന് ബോർഡിലേക്ക് നോക്കിയേ. ലേസർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അണ്ടർഗോൺ ലേസിക് സർജറി ഓർ എനി അതർ സർജറി പ്രൊസീജിയർ ടു കറക്റ്റ് റിഫ്രാക്ടറി എറർ ആർ നോട്ട് എലിജിബിൾ. ലേസർ സർജറി ചെയ്ത വ്യക്തിയാണോ എങ്കിൽ എലിജിബിൾ അല്ല. ബാക്കി വായിക്കും. are not eligible for the post having medical standards A2 and A3. ശ്രദ്ധിക്കണം, നമ്മളിനി കുറെ 14 പോസ്റ്റ് ഉണ്ട്. 14 പോസ്റ്റുകൾക്ക് നമ്മൾ ഓരോ പോസ്റ്റുകൾക്കും ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയും. അവിടെ ഏത് പോസ്റ്റിലാണോ A1 അല്ലെങ്കിൽ A1 നമുക്കില്ല, A2 A3 ആണ് Aക്ക് ഉള്ളത്. ഏത് പോസ്റ്റിനാണോ A2ഉം A3യും വരുന്നത്, A2 പോസ്റ്റ് വരുന്നിടത്തും A3 പോസ്റ്റ് വരുന്നിടത്തും ലേസർ സർജറി ചെയ്തവരെ പരിഗണിക്കില്ല. ഒന്നുകൂടെ വായിക്കാം. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അണ്ടർഗോൺ ലേസിക് സർജറി ഓർ എനി അതർ സർജറി പ്രൊസീജിയർ ടു കറക്റ്റ് റിഫ്രാക്ടറി എറർ ആർ നോട്ട് എലിജിബിൾ ഫോർ ദി പോസ്റ്റ് ഹാവിംഗ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് A2 and A3. അപ്പൊ A2, A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുകളിൽ തീർച്ചയായിട്ടും ആരെ പരിഗണിക്കില്ല? കണ്ണുമായി ബന്ധപ്പെട്ട സർജറികൾ ചെയ്തവരെ, എസ്പെഷ്യലി നമ്മൾ പറഞ്ഞത് ഏതാ? ലേസിക് സർജറി ചെയ്തവരെ പരിഗണിക്കില്ല. എങ്കിൽ അടുത്തൊരു സബ് ക്ലോസ് കണ്ടീഷൻ ഉണ്ട്. ഹൗവർ candidate with laser surgery may be eligible for the medical standard B1. B1-ൽ തീർച്ചയായിട്ടും ലേസിക്കാരെ ഉൾപ്പെടുത്താം. അതുപോലെ B2, Z1, C2 subject to the following criteria having met. എന്നാൽ ചില നിബന്ധനകളോടുകൂടി ലേസർ സർജറി ചെയ്തവരെ എവിടെ പരിഗണിക്കാറുണ്ട്? B1-ലും B2-ലും C1-ലും C2-ലും റിലാക്സേഷൻ ഉണ്ട് എന്ന് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണേ? അപ്പൊ ലേസറുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ അവിടെ തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ മുന്നോട്ട് പോകുന്നു. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട 14 പോസ്റ്റുകൾ അല്ലെ? നോക്കാം. 14 പോസ്റ്റുകൾ. ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട സബ് ക്ലോസ് എന്തൊക്കെ, കണ്ടീഷൻ എന്തൊക്കെയെന്ന് കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. മുന്നോട്ട് പോകുന്നു. 14 പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 14 പോസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നോക്കൂ. അപ്പൊ ഏതൊക്കെ പോസ്റ്റുകളാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്, നമുക്ക് നോക്കാം. നോക്കിയേ,
നിലവിൽ നമുക്ക് ആദ്യം വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതാണ്? അസിസ്റ്റന്റ് ആണ് അല്ലേ? ആദ്യം വിളിച്ചിരിക്കുന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം നോക്കൂ, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത്യാവശ്യം പോസ്റ്റുകളെ വിളിച്ചിട്ടുണ്ട്. സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിലേക്ക് അത്യാവശ്യം പോസ്റ്റുകളെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം പോസ്റ്റുകളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറെ ഡിപ്പാർട്ട്മെന്റുകളാണ് പ്രധാനമായും വിളിച്ചിരിക്കുന്നത്. അതിലെ പോസ്റ്റുകൾ ഏതൊക്കെയാണ് കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, അത് തന്നെ. അപ്പൊ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്. സിഗ്നൽ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 4-5 ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നിട്ടാണ്, 5ഓളം ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന 14 പോസ്റ്റുകളിലേക്കാണ് ഗ്രൂപ്പ് ഡി വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. ഈ 14 പോസ്റ്റുകൾ ചേർന്നിട്ടാണ് 32,000 ഒഴിവുകൾ ഉണ്ടായിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അതിന്റെ ഒരു സബ് ക്ലോസുകൾ കൃത്യമായി പരിശോധിക്കാം. ഓരോ പോസ്റ്റുകൾക്കും ഏതേത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുകൾ വേണമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലെ? നമുക്ക് നോക്കാം, ചെക്ക് ചെയ്തേ. അപ്പൊ നിലവിൽ നമുക്ക് ആദ്യം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കിയടേ. ഇതാ നോക്കൂ, ആദ്യം പറയുന്നത് ഒരു അസിസ്റ്റന്റ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്. അവിടേക്ക് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ, ശ്രദ്ധിക്കാം, ഓരോ സബ് യൂണിറ്റുകളെ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് C1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. C1 ഓക്കെ അല്ലേ? എന്നാൽ അതുമായി ബന്ധപ്പെട്ട് സിഗ്നൽ ആണെങ്കിലോ അവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് B1 ആണ്. വർക്ക്ഷോപ്പ് ആണെങ്കിലോ C1. ക്ലിയർ അല്ലേ? വർക്ക്ഷോപ്പ് ആണെങ്കിൽ C1 ആണ്. ഇനി അപ്പൊ അവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പൊ അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മറ്റൊരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് കണ്ടീഷൻ എന്താ നോക്ക്, സ്യൂട്ടബിലിറ്റി ഫോർ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി. ശരിയല്ലേ? ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിന്റെ ഒരു മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ ഡിസബിലിറ്റി കണ്ടോ? ഇപ്പൊ VI വിഷ്വലി ഇംപെയർഡ്, HI ഹിയറിംഗ് ഇംപെയർഡ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലോക്കോമോട്ടർ ഡിസബിലിറ്റി, അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ഡിസബിലിറ്റിക്കാരെ അവിടെ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ആദ്യം പറയുന്നത് VI എന്താണ്? ഒരു വിഷ്വലി ഇംപെയർഡ്. HI എന്താണ്? ഹിയറിംഗ് ഇംപെയർഡ്. അപ്പൊ ഇവരെയൊക്കെ അവിടെ പെർമിറ്റബിൾ ആണോ എന്ന് കൃത്യമായി നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ആ ചാർട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം. മുകളിലേക്ക് നോക്കിയേ, ആ ചാർട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം. മുകളിലേക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾ കണ്ടോ? ഇതിന്റെ ഏറ്റവും താഴെ ചില അബ്രീവേഷൻ ചാർട്ടുകളുണ്ട്. നോക്കണേ, ഏറ്റവും താഴെ ചില അബ്രീവേഷൻ ചാർട്ടുകളുണ്ട്. ആ ചാർട്ടുകൾ കൃത്യമായി നിങ്ങൾ നോക്കിയാൽ മാത്രമേ എന്താണ് അവിടെ പറയുന്നതെന്ന് മനസ്സിലാകുള്ളൂ. നോക്കിയേ, ഒന്നാമത് നമ്മൾ ചാർട്ടാണ്, അബ്രീവേഷൻ ചാർട്ട് നോക്കിയേ. ഒരു S&D ആണ്. S&D നമ്മൾ കണ്ടു അല്ലേ? സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് കണ്ടു. VI വിഷ്വലി ഇംപെയർഡ് നമ്മൾ കണ്ടു. അപ്പൊ LV എന്താണ്? ലോ വിഷൻ. B എന്താണ്? ബ്ലൈൻഡ്. അപ്പൊ ആദ്യമേ ആ ചാർട്ട് പഠിക്കുക, എന്നിട്ട് മാത്രമേ ഈ ഒരു എക്സ്പാൻഷൻ ചാർട്ട് പഠിച്ചിട്ട് നിങ്ങൾ ആ ടേബിൾ പാരാമീറ്റേഴ്സ് നോക്കിയിട്ട് കാര്യമുള്ളൂ. അടുത്ത HI എന്ന് കാണാൻ പറ്റും. HI എന്താണ്? ഹിയറിംഗ് ഇംപെയർ ആണ്. അതിൽ ഡീഫ് ഉണ്ട്, HH ഉണ്ട്, ഹാർഡ് ഓഫ് ഹിയറിംഗ് ഉണ്ട്. പിന്നെ ഒരു LD സെഷൻ ഉണ്ട്. LD എന്ന് പറയുമ്പോൾ ലോക്കോമോട്ടേഴ്സ് ഡിസബിലിറ്റി ആണ്. അതിൽ OA ഉണ്ട്, 1 arm ഉണ്ട്, OL ഉണ്ട്, 1 leg ഉണ്ട്, OAL ഉണ്ട്, 1 arm 1 leg ഉണ്ട്, LC ഉണ്ട്, ലെപ്രോസി ക്യൂവേഡ് ഉണ്ട്, DW ഉണ്ട്, ഡോർഫിസം ഉണ്ട്, AAV ഉണ്ട്, ആസിഡ് അറ്റാക്ക് ആണ് AAV അല്ലേ? AAV ഉണ്ട്, ആസിഡ് അറ്റാക്ക് വിക്ടീം, AAV ആസിഡ് അറ്റാക്ക് വിക്ടീം. അടുത്ത BL ഉണ്ട്, ബോത്ത് ലെഗ്സ് ഉണ്ട്, SD ഉണ്ട്, സ്പൈനൽ ഡിഫോമിറ്റി ഉണ്ട്, SI ഉണ്ട്, സ്പൈനൽ ഇഞ്ചുറി ഉണ്ട്. അതുപോലെ തന്നെ ഒരു DF ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ലിംബ് ഡിഫെക്ഷൻ ആണ് ശരിക്കും NBRL-DF എന്ന് കൊടുത്തിരിക്കുന്നത് അല്ലേ? അടുത്ത MD ഉണ്ട്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉണ്ട്, NCVT ഉണ്ട്, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ട് അല്ലേ? നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോഡാണ് ശരിക്കും ഈ ബോക്സിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഈ ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ഈ ചാർട്ട് വായിക്കുക. ഈ ചാർട്ട് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഇത് നോക്കി അതൊന്ന് വെള്ള പേപ്പറിലോ പേനയിലോ അല്ലെങ്കിൽ വെള്ള പേപ്പറിലോ ഒന്ന് എഴുതി മാറ്റിയതിന് ശേഷം മാത്രമേ ഈ ബോക്സ് പരിശോധിക്കാവൂ. എസ്പെഷ്യലി ഡിസബിലിറ്റി ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറെ കൺസെഷൻസും കുറെ കാര്യങ്ങളത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് പ്രോപ്പറായി അറിയണമെങ്കിൽ ഡിസബിലിറ്റി ഉള്ളവർ, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർ ആരൊക്കെ,
റെയിൽവേന്റെ ആ ഒരു ടേബിളിൽ ആരൊക്കെയാണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നറിയണമെങ്കിൽ ആദ്യം ഈ ടേബിൾ നോക്കണം. ഈ ടേബിൾ മനസ്സിലാവണമെങ്കിൽ ഈ ചാർട്ട് കൃത്യമായി നോക്കണം. ഓരോ വാക്കുകളിലെ VI വിഷ്വലി ഇമ്പയർഡ്, HI ഹിയറിംഗ് ഇമ്പയർഡ്, അത് കൃത്യമായി നോക്കിയിട്ട് മാത്രം ടേബിളിലേക്ക് നോക്കുക. എന്നാൽ മാത്രമേ ഇത് പറഞ്ഞ് പോകാൻ കഴിയുള്ളൂ. കൃത്യമായി ചെക്ക് ചെയ്യുക. ഇനി ഞാൻ ആ ടേബിൾ ഓരോന്നായിട്ട് വായിക്കാം. ബോർഡിലേക്ക് നോക്കിയേ. ബാക്കിയെല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്തെല്ലാം വായിക്കുന്നു. ശേഷം ബോർഡിലേക്ക് നോക്കിയിരിക്കുക, ചെക്ക് ചെയ്യാം. നോക്കൂ, 14 പോസ്റ്റുകൾ. ശ്രദ്ധിക്കണം, 5ഓളം ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് 14 പോസ്റ്റുകളിലേക്ക് 32,000 ഒഴിവുകളാണ് നിലവിൽ ഗ്രൂപ്പ് ഡി വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് പാരാമീറ്റർ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് പാരാമീറ്റർ ആണ്. ഏജ് ലിമിറ്റ് ഒക്കെ കോമൺ ആണ്. ജനറൽ കാറ്റഗറിയ 18 to 36, OBC 39, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഓക്കെയാണ്. ഗ്രൂപ്പ് ഡി 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ നോക്കൂ. അപ്പോൾ ആദ്യം പറയുന്നു അസിസ്റ്റന്റ് സയൻസ് ആൻഡ് അല്ലെങ്കിൽ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലെ അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട്. അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ വേണ്ടത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് C1 ആണ്. അദ്ദേഹത്തിന് വിഷ്വലി ഇമ്പയർഡ് അവർക്ക് അയക്കാൻ പറ്റുമോ? പറ്റും. പക്ഷെ ലോ വിഷൻ കാർക്കാണ് അയക്കാൻ പറ്റുന്നത്. ലോ വിഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. HI ആണെങ്കിൽ Dയും HHും ഉണ്ട്. LD ആണെങ്കിൽ LD വിഭാഗത്തിന്റെ കണക്ക് കൃത്യമായി കൊടുത്തു. ആർക്കൊക്കെ അയക്കും? OL, 1 ലെഗ്, LC, DW, ആസിഡ് അറ്റാക്ക് പറ്റിയവർക്ക് തീർച്ചയായിട്ടും LD അയക്കാൻ കഴിയും. അതുപോലെ തന്നെ അടുത്ത എന്താണ്? MD അല്ലെ, കൃത്യമായി കൊടുത്തു. യെസ്, ഓക്കെയാണോ? റൈറ്റ്. അപ്പൊ അത് ഓക്കെയാണ്. ഇനി അതേ അസിസ്റ്റന്റ് വേറെ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ ഒരു സിഗ്നൽ യൂണിറ്റ് ഉണ്ട്. അവിടെ B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. B1 എന്താണെന്ന് കുറച്ച് മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേ. അപ്പൊ ഈ വീഡിയോ പകുതി വിട്ട് കാണരുത്, തുടക്കം തൊട്ടേ കാണുക. B1 എന്താണെന്ന് കുറച്ച് മുന്നേ പറഞ്ഞു. B1 ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ അസിസ്റ്റന്റിലെ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലെ നിങ്ങൾക്ക് സിഗ്നൽ സബ് ഡിപ്പാർട്ട്മെന്റ് അയക്കാൻ കഴിയും. ഓക്കെ. അടുത്ത BI എന്താ? LB ആണ്. HI, DD, HH, ബാക്കി OLും LCയും DWയും ആസിഡ് അറ്റാക്കും എല്ലാവർക്കും അയക്കാൻ കഴിയും. ഓക്കെയാണ്. MDക്കാർക്കും എന്താണ്? S തന്നെ കൊടുക്കാൻ കഴിയും. അവിടെ ക്ലിയർ ആണേ. അടുത്ത ഇതുപോലെ ഓരോ പോസ്റ്റുകളും താഴോട്ട് പോകുന്ന സമയത്ത് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ C1, അതുപോലെ BI ബ്ലൈൻഡുകാർക്ക് അയക്കാൻ കഴിയും. അതാണ് B മീൻസ് ബ്ലൈൻഡ്, കുറച്ചു മുന്നേ പറഞ്ഞു. അടുത്ത LV, DD, HH, 1 ലെഗ്, LC, DW ആസിഡ് അറ്റാക്ക് തീർച്ചയായിട്ടും MDക്കാർക്കും S തന്നെ അയക്കാൻ കഴിയും. ഓക്കെയാണ്. ഇനി അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് അസിസ്റ്റന്റ് ബ്രിഡ്ജ് ശ്രദ്ധിക്കാം. അസിസ്റ്റന്റ്, കാരണം പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുക. 14 പോസ്റ്റുകളും പ്രിഫറൻസ് വെച്ച് കൊടുക്കാൻ കഴിയും. അങ്ങനെ പ്രിഫറബിൾ ആയിട്ട് പ്രിഫറൻസ് വെച്ച് ഓരോ പോസ്റ്റുകളും കൊടുക്കുന്ന സമയത്ത് ഇത് നോക്കി മാത്രം, ഇതൊരു പ്രിഫറൻഷ്യൽ ചാർട്ടാണ്. കാരണം എസ്പെഷ്യലി നമ്മൾ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർ, തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ വേരിയേഷൻ ഉള്ളവർ, അവർ തീർച്ചയായിട്ടും ഏതേത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉൾപ്പെടും, ഏതേത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്കാർക്ക് അയക്കാൻ കഴിയുന്ന കൃത്യമായി ചെക്ക് ചെയ്യുക. ഇതുപോലെ ഓരോ പോസ്റ്റുകളും അസിസ്റ്റന്റ് ബ്രിഡ്ജ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് വകുപ്പിലേക്ക് അവിടെ B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. വിഷ്വലി ഇമ്പയർഡുകാർക്ക് പറ്റില്ല. കണ്ടോ, VIക്കാർക്ക് പറ്റൂല. ഏതാ പോസ്റ്റ്? അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്. പക്ഷെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണം, B1 വേണം അവിടെ B. എന്നാൽ VIക്കാർക്ക് അയക്കാൻ പറ്റൂല. ഹിയറിംഗ് ഇമ്പയർ ഉള്ളവർക്ക് അയക്കാൻ പറ്റൂല. അതുപോലെ തന്നെ LDക്കാർക്ക് അയക്കാൻ പറ്റൂല. അതുപോലെ തന്നെ MDക്കാർക്ക് അയക്കാൻ പറ്റൂല. അപ്പൊ തീർച്ചയായിട്ടും ഒരു ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവരെ എവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല? അവരെ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് സെഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർക്ക് അത് അയക്കാം. അവർ പ്രിഫറൻസ് വെക്കരുത്, കിട്ടില്ല. ഓക്കെ അല്ലേ? നോക്കൂ, അടുത്ത വായിച്ചു നോക്കാം. അസിസ്റ്റന്റ് കാരിയേജ് ആൻഡ് വാഗൺ ആണ് മെക്കാനിക്കല്. കാരിയേജ് ആൻഡ് വാഗൺ സെഷൻ B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. വിഷ്വലി ഇമ്പയർഡ് പറ്റൂല. എന്നാൽ ഹിയറിംഗ് ഇമ്പയർഡ് പറ്റും. DD, HHന് പറ്റും. ബാക്കിയുള്ള LDക്കാർ വായിച്ചു, ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ആണ് LD. അതിൽ OLും LCയും DWയും AAVയും SDക്കാർക്കും പറ്റും. അതുപോലെ MDക്കാർക്കും പറ്റും. ക്ലിയർ അല്ലേ? വീണ്ടും മുന്നോട്ട് പോകുന്നു. അടുത്ത വായിച്ചു നോക്കാം. അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ആണ്. ഡീസൽ ലോക്കോ ഷെഡ് മെക്കാനിക്കൽ വകുപ്പിലേക്ക്. അവിടെ സബ് യൂണിറ്റ് ഡീസൽ ഷെഡ് ആണ്. B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. LVക്കാർക്ക് വിഷ്വലി ഇമ്പയർഡുകാർക്ക് പറ്റും. ലോ വിഷൻ LVക്കാർക്ക് കഴിയും. അതുപോലെ ഹിയറിംഗ് ഇമ്പയർഡ് DDക്കും HHനും പറ്റും. ബാക്കി LDക്ക് OL, LC, DW ആസിഡ് അറ്റാക്ക് SDക്കാർക്ക് കഴിയും. അതുപോലെ തന്നെ MD, S.
റൈറ്റ് അല്ലേ. അടുത്ത വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ ആണ്. ഇലക്ട്രിക്കൽ ഡീസൽ ഷെഡ് ആണെങ്കിൽ B1, ഇലക്ട്രിക്കൽ ഷെഡ് ആണെങ്കിൽ B1. ഇനി VI വരുന്ന സമയത്ത് VI വിഷ്വലി ഇമ്പയർഡ് വരുന്ന സമയത്ത് രണ്ടും ഡീസൽ ഷെഡും ഇലക്ട്രിക്കൽ ഷെഡും രണ്ടുപേർക്കും പറ്റും. LV കാർക്ക് പറ്റും, ഇത് LV കാർക്ക് പറ്റും. HIന്റെ കേസിൽ DDHH DHH DHH. പിന്നെ LD വരുന്ന സമയത്ത് OLLC DW ആസിഡ് അറ്റാക്ക്, OLLC DW ആസിഡ് അറ്റാക്ക് എല്ലാവർക്കും കഴിയും. അതുപോലെ തന്നെ MDയും രണ്ടിടത്ത് യൂസ് തന്നെയാണ്, നോ ഇഷ്യൂ. പിന്നെ നമുക്ക് ബാക്കി താഴോട്ട് പോകുന്ന സമയത്ത് ഓരോ അടുത്തത് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ ജനറൽ സർവീസ്, പ്രൊഡക്ഷൻ യൂണിറ്റ്, വർക്ക്ഷോപ്പ്. ഇവിടെ എല്ലാം ഓരോ സ്ഥലത്തും. ഇപ്പോൾ ജനറൽ സർവീസ് ആണെങ്കിൽ B1, പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ C1, വർക്ക്ഷോപ്പ് ആണെങ്കിൽ C1. അതിൽ ജനറൽ സർവീസ് ആണെങ്കിൽ B1 LV കാർക്ക് പറ്റും, C1 LV കാർക്ക് പറ്റും, അതുപോലെ തന്നെ C1 LV കാർക്ക് പറ്റും. അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി, എസ്പെഷ്യലി ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നോക്കൂ, ഇതിനകത്ത് ഈ പോസ്റ്റ് നമ്പർ 3 അസിസ്റ്റന്റ് ബ്രിഡ്ജ്. കാരണം അത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് പറ്റില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു പോസ്റ്റാണ് ഏറ്റവും താഴെ അസിസ്റ്റന്റ് ഇൻ എഞ്ചിനീയറിംഗിൽ മറ്റൊരു അസിസ്റ്റന്റ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ആ അസിസ്റ്റന്റിന്റെ കേസിലും ഈ ഡിസബിലിറ്റി ഉള്ളവരെ പരിഗണിക്കുന്നില്ല. അവിടെ BI കാർക്ക് പറ്റൂല, അവിടെ HI കാർക്ക് പറ്റൂല, അവിടെ LD കാർക്ക് പറ്റൂല, അവിടെ MD കാർക്കും പറ്റൂല. ക്ലിയർ അല്ലേ? അപ്പം പോസ്റ്റ് നമ്പർ എത്രാമത്തെ പോസ്റ്റ് നമ്പർ ഞാൻ പറയാം, 3ാമത്തെ പോസ്റ്റും 8ാമത്തെ പോസ്റ്റും. ആ ഒരു പാരാമീറ്ററിൽ 3ാമത്തെ പോസ്റ്റും 8ാമത്തെ പോസ്റ്റും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർ നോക്കണ്ട, അവർക്കത് വെക്കാൻ കഴിയില്ല, പെർമിഷൻ തന്നിട്ടില്ല റെയിൽവേ. ഓക്കെ അല്ലേ? അപ്പം ആ 8 പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ബോക്സ് ഓക്കെയാണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓക്കെയാണ്. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് 14 പോസ്റ്റുകളെ വേണം അല്ലേ? നമുക്ക് 14 പോസ്റ്റുകളെ ആവശ്യമുണ്ട്. അടുത്ത നോക്കാം, ബാക്കിയുള്ള ഒരു 6 പോസ്റ്റുകളിൽ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കണം. 6 പോസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്കിയുള്ള പോയിന്റും കൂടെ നോക്കുകയാണേ. 6 പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ബാക്കിയുള്ള പോസ്റ്റുകൾ നമുക്കൊന്ന് പരിഗണിക്കാം. നോക്കൂ, നോക്ക്, അടുത്ത അസിസ്റ്റന്റ് TL ആണ്. അസിസ്റ്റന്റ് TL ആൻഡ് AC വർക്ക്ഷോപ്പ് ആണ്. അസിസ്റ്റന്റ് TL ആൻഡ് AC വർക്ക്ഷോപ്പ് ആണ്. മുകളിലേക്ക് നോക്കിയേ, TL ആൻഡ് AC വർക്ക്ഷോപ്പാണ്. ഇലക്ട്രിക്കൽ ജനറൽ സർവീസിലേക്കാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് C1 ആണ്. വിഷ്വലി ഇമ്പയർഡുകാർക്ക് പറ്റും, ബ്ലൈൻഡുകാർക്ക് പറ്റും. ശ്രദ്ധിക്കാം, B മീൻസ് ബ്ലൈൻഡുകാർക്ക് പറ്റും, ലോ വിഷൻകാർക്കും പറ്റും. കാരണം ബ്ലൈൻഡുകാർക്കുള്ള വളരെ കുറച്ച് പോസ്റ്റേ ഉള്ളൂ അല്ലേ? അപ്പൊ അതിലൊരു പോസ്റ്റാണ് ശരിക്കും എന്താ അസിസ്റ്റന്റ് TL AC വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് അല്ലേ? ബ്ലൈൻഡുകാർക്കും പറ്റും, LV കാർക്കും പറ്റും. അതുപോലെ തന്നെ HI നോക്കൂ, അവിടെ ഡിക്ക് പറ്റും, HHനും പറ്റും, LD ലോക്കോമോട്ടർ ഡിസബിലിറ്റി വരുമ്പോൾ OL LC DW AAV SD വിത്തൗട്ട് SD ഓർ SI നേരത്തെ പറഞ്ഞ കുറെ സബ്സെക്ഷൻ ഉണ്ട് അതിനകത്ത്. അതുപോലെ MD കാർക്കും പറ്റും, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ആണ് MD ഉദ്ദേശിക്കുന്നത്, അവർക്കും പറ്റും. ഓക്കെയാണ്. അപ്പൊ ആ കേസെല്ലാം ഓക്കെ. അതുപോലെ അടുത്തത് അസിസ്റ്റന്റ് TL ആൻഡ് AC ഇലക്ട്രിക്കൽ ആണ്. ജനറൽ സർവീസും പ്രൊഡക്ഷൻ യൂണിറ്റും ഉണ്ട്. അവിടെയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് B1, ജനറൽ സർവീസിന് പ്രൊഡക്ഷൻ യൂണിറ്റ് Z1 ആണ്. ശ്രദ്ധിക്കാം, ഒരേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ 2 മെഡിക്കൽ വരുന്നുണ്ട്. ശരിയല്ലേ? ഒരേ ഡിപ്പാർട്ട്മെന്റിൽ 2 മെഡിക്കൽ വരുന്നുണ്ടായിരുന്നോ? കാരണം ഇതിപ്പം ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റാണ്. അപ്പൊ അവിടെ തന്നെ സബ് യൂണിറ്റ് ജനറൽ സർവീസ് ആണെങ്കിൽ വേണ്ടത് B1 ആണ്. എന്നാൽ അതേസമയം പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ C1. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഒരേ മെഡിക്കൽ അല്ല. ഒരേ ഡിപ്പാർട്ട്മെന്റിൽ 2 സബ് യൂണിറ്റുകൾ വരുവാണെങ്കിൽ 2 മെഡിക്കൽ വരുന്നുണ്ടേ. എക്സാമ്പിൾ അവിടെ കണ്ടായിരുന്നു, അസിസ്റ്റന്റ് TL ആൻഡ് AC ഇലക്ട്രിക്കൽ സെക്ഷനകത്ത് സബ് യൂണിറ്റ് ജനറൽ സർവീസ് ആണെങ്കിൽ അവിടെ B1 ആണ്. അതേസമയം പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലോ അവിടെ C1 ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയിൽ മാറ്റമുണ്ട്. അതായത് ഇവിടുത്തെ ജനറൽ സർവീസ് ആണെങ്കിൽ അവിടെ ശരിക്കും LV വരുന്നുണ്ട് അല്ലേ? LV ആണ്. DHH ആണ് ഹിയറിംഗ് ഇമ്പയർഡ് വരുന്നത്. ബാക്കി OL LC DW ആസിഡ് അറ്റാക്ക് SD SI ബാക്കിയുള്ളവർക്ക് അയക്കാൻ പറ്റും. മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്കാർക്ക് അയക്കാൻ പറ്റും. മൾട്ടിപ്പിൾ ഡിസബിലിറ്റി അയക്കാൻ പറ്റും. അടുത്ത വായിച്ചു നോക്കിയേ, ഇവിടെ C1 BLV DHH OL LC DW AAV S അയക്കാൻ കഴിയും. ഓക്കെയാണേ. അടുത്ത വരുന്നു അസിസ്റ്റന്റ് ട്രാക്ക് മിഷ്യൻ.
അസിസ്റ്റന്റ് ട്രാക്ക് മിഷൻ ആണ് എഞ്ചിനീയറിംഗ് വകുപ്പിലേക്ക് ട്രാക്ക് മിഷൻ സ്റ്റാൻഡേർഡ്സ് A3. ശ്രദ്ധിക്കുക, A1-ഉം A3-യും കുറച്ച് കടുപ്പമാണ്. ഹൈ ലെവൽ നമ്മൾ നേരത്തെ ഹൈ ലെവൽ വിഷ്വൽ അക്യൂറ്റി വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സെഷനാണ് A1-ഉം A3. അപ്പൊ A1 A3 നമ്മൾ തന്നെ കണ്ടതുമില്ല. വന്ന വഴിക്ക് നമ്മൾ ആദ്യമായിട്ടാണ് A3 A1. ബാക്കിയെല്ലാം നമ്മൾ C1 C2 B1 ഇതാണ് കണ്ടത്. ഇപ്പൊ കണ്ടോ അവിടെ A3 വന്നു. അപ്പൊ A3 കുറച്ച് കടുപ്പമാണ്. അപ്പൊ ശ്രദ്ധിക്കാം, അസിസ്റ്റന്റ് ട്രാക്ക് മിഷൻ എഞ്ചിനീയറിംഗ് ട്രാക്ക് മിഷൻ അയക്കുമ്പോൾ A3 കടുപ്പമാണ്. ആ A3-കാർക്ക് പറ്റുമോ? അതായത് വിഷ്വലി ഇമ്പയർ ആയിട്ടുള്ളവർക്ക് പറ്റൂല. ലോ വിഷൻ പെർമിറ്റബിൾ അല്ല, ബ്ലൈൻഡുകാരും പെർമിറ്റബിൾ അല്ല, നോയാണ്. അതുപോലെ ഹിയറിംഗ് ഇമ്പയർഡ് ഡിക്കും പറ്റും, HHനും പറ്റും. അതുപോലെ തന്നെ LD വരുമ്പോഴോ OL, LC, DW, ആസിഡ് അറ്റാക്ക്, SD, SI നോ ഇഷ്യൂ. ബാക്കിയുള്ള മൾട്ടിപ്പിൾ ഡിസബിലിറ്റി നോ ഇഷ്യൂ. അടുത്ത വായിച്ചു നോക്കിയേ, അസിസ്റ്റന്റ് TRD ആണ് ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് TRD. അവിടെ TRD അസിസ്റ്റന്റ് TRD ആണ്. TRDയുമായി ബന്ധപ്പെട്ട് നോക്കിയേ, TRDയിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ് എന്താ? അവിടെ TRDയിൽ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണം. വിഷ്വലി ഇമ്പയർഡുകാർക്ക് പറ്റില്ല. ലോ വിഷൻ പെർമിറ്റബിൾ അല്ല, ബ്ലൈൻഡുകാരും പെർമിറ്റബിൾ അല്ല. DHH ഹിയറിംഗ് ഇമ്പയർഡ് ഓക്കെയാണ്. OL, LC, DW, AAV, SD, SI എല്ലാം ഓക്കെയാണ്. MD-കാർക്ക് S കൊടുക്കാം. അടുത്ത വായിച്ചു നോക്കിയടെ, പോയിന്റ്സ്മാൻ ആണ്. പോയിന്റ്സ്മാൻ ട്രാഫിക്. ശ്രദ്ധിക്കണം, പോയിന്റ്സ്മാൻ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് ട്രാഫിക്കിലെ. ട്രാഫിക്കാണ്. സ്റ്റാൻഡേർഡ്സ് A2 സ്റ്റാൻഡേർഡ്സ് വേണം. അതേസമയം വിഷ്വലി ഇമ്പയർഡ് ഇല്ല. ഏറ്റവും പ്രധാനം, വിഷ്വലി ഇമ്പയർഡുകാർക്ക് പോയിന്റ്സ്മാൻ അയക്കാൻ കഴിയില്ല. ബ്ലൈൻഡുകാരെയും ലോ വിഷൻകാരെയും പരിഗണിക്കില്ല. അതുപോലെ ഹിയറിംഗ് ഇമ്പയർഡുകാരെ പരിഗണിക്കില്ല. LD-കാരെ പരിഗണിക്കില്ല. MD-കാരെ പരിഗണിക്കില്ല. നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ? നേരത്തെ ഒരു 3ാമത്തെ പോസ്റ്റും 8ാമത്തെ പോസ്റ്റും കണ്ടിരുന്നു. അതുപോലെ പ്രശ്നക്കാരനായിട്ടുള്ളൊരു പോസ്റ്റാണ് പോയിന്റ്സ്മാൻ B ട്രാഫിക്. ട്രാഫിക്കിലേക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണ്ടത് A2. അത്യാവശ്യം കട്ടിയുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഞാൻ പറഞ്ഞു. A2 ശരിയല്ലേ? A2 A1-ഉം A2-ഉം കട്ടിയാണ്. അവരെ ഒരു കാരണവശാലും വിഷ്വലി ഇമ്പയർഡുകാരെ പരിഗണിക്കില്ല, നോയാണ്. ബ്ലൈൻഡുകാരെയും ലോ വിഷൻകാരെയും പരിഗണിക്കില്ല. ഹിയറിംഗ് ഇമ്പയർഡുകാരെ പരിഗണിക്കില്ല. LD-കാരെ പരിഗണിക്കില്ല. MD-കാരെ പരിഗണിക്കില്ല. എങ്കിൽ അടുത്തത് അതുപോലെ പ്രശ്നക്കാരനാണ്. നോക്കിയേ, ട്രാക്ക് മെയിൻറ്റെയിനർ 4. ട്രാക്ക് മെയിൻറ്റെയിനർ 4 ആണ്. എഞ്ചിനീയറിംഗ് സർവീസ് ആണ്. PV ആണ്. അവിടെ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് B1 ആണ്. എന്നാൽ അവിടെ ആരെ പരിഗണിക്കില്ല? വിഷ്വലി ഇമ്പയർഡുകാരെ പരിഗണിക്കില്ല. ഹിയറിംഗ് ഇമ്പയർഡുകാരെ പരിഗണിക്കില്ല. LD-കാരെ പരിഗണിക്കില്ല. MD നോയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ 3ാമതൊരു പോസ്റ്റ് പറഞ്ഞു, 8ാമതൊരു പോസ്റ്റ് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 13ഉം 14. പോസ്റ്റ് നമ്പർ 13ഉം 14 ആരെ പരിഗണിക്കില്ല? കണ്ടോ, കംപ്ലീറ്റ് നോയാണ്. ആ പേഴ്സൺസ് വെച്ച് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള പേഴ്സൺസിന് ഞാൻ ഈ ഒരു ടേബിൾ കാണിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 3ാമത്തെ പോസ്റ്റ്, 8ാമത്തെ പോസ്റ്റ്, 13ാമത്തെ പോസ്റ്റ്, 14ാമത്തെ പോസ്റ്റ്, ഈ 4 പോസ്റ്റുകളിൽ തീർച്ചയായിട്ടും പൂർണ്ണമായും അവർക്ക് തയ്ക്കാൻ കഴിയില്ല. ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് ആ ബോക്സ് കംപ്ലീറ്റ് നോയാണ്. ബോക്സ് നോക്കി അയക്കുക. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പൊ ഇതുപോലെയുള്ള ഒരു ചാർട്ട് കൃത്യമായി നമുക്ക് RRBന്റെ ഗ്രൂപ്പ് Dന്റെ വിജ്ഞാപനത്തിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പകർപ്പാണ്, ഒഫീഷ്യൽ കോപ്പിയാണിത്. ഇത് കൃത്യമായി പരിശോധിക്കുക. ഇത് കൃത്യമായി പരിശോധിച്ചിട്ട് മാത്രമേ RRB പോസ്റ്റുകളിൽ പ്രിഫറൻസ് കൊടുക്കാവൂ. എസ്പെഷ്യലി ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ പ്രശ്നം വരുന്നവർ, വേരിയേഷൻ വരുന്നവർ, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർ, അവർ കൃത്യമായിട്ട് ഈ പോസ്റ്റുകൾ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസുകളും വരും ദിവസങ്ങളിൽ ക്ലാസ്സുകൾ നമ്മൾ HUB ക്ലാസ്സുകൾ കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ കണ്ടുപിടിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.